അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളിൽ പലരുടെയും സംശയമാണ് പാമ്പിനെ സ്വപ്നം കണ്ടാൽ എന്താണ് കുഴപ്പം, എന്താണ് അതുകൊണ്ടുള്ള പ്രശ്നം എന്നൊക്കെ. ആദ്യമായിട്ട് തന്നെ പറയാം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വപ്നം എന്നത് വളരെ വിശാലമായ അറിവിൻ്റെ ഒരു മേഖലയാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം സ്വപ്ന വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്ന വലിയ ഒരു പ്രവാചകനായിരുന്നു. അതുപോലെ തന്നെ വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാരും സ്വപ്ന വ്യാഖ്യാനങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങളും ലഭ്യമാണ്. തഅബീറുർ റുഇയ പോലത്തെ ഗ്രന്ഥങ്ങളിൽ സ്വപ്ന വ്യാഖ്യാനങ്ങൾ എഴുതി വച്ചത് നമുക്ക് കാണാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ സഹോദരന്മാരെ, സ്വപ്നം എന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുമുണ്ടാകും, അതുപോലെ ഇബ്ലീസിൻ്റെ ഭാഗത്തുനിന്നുമുണ്ടാകും. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബിയെ ബലിയർപ്പിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല 3 തവണ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തത്. 1ഉം 2ഉം വട്ടം കണ്ടപ്പോൾ അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്വപ്നമല്ല, അത് ഇബ്ലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്വപ്നമാണെന്ന് ഇബ്രാഹിം നബി കരുതി. ഇബ്രാഹിം നബി 3ാമതും ഇതേ സ്വപ്നം കണ്ടപ്പോഴാണ് ഇബ്രാഹിം നബി ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്വപ്നമാണെന്ന് ഇബ്രാഹിം നബി മനസ്സിലാക്കിയത്. നമ്മൾ ഒരു സ്വപ്നം കണ്ടാൽ അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളോട് മാത്രമേ പറയാവൂ. നമുക്ക് ഗുണം കിട്ടുന്ന സ്വപ്നമാണെങ്കിൽ നമുക്ക് ഗുണം കിട്ടുന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളോട് ഒരിക്കലും ആ സ്വപ്നം നിങ്ങൾ പറയരുത്. മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വച്ച ഗ്രന്ഥങ്ങളിൽ കാണാം, പാമ്പിനെ സ്വപ്നം കാണുന്ന ആളുകൾക്ക് ശത്രുക്കളുണ്ട്. ചില പാമ്പുകൾ നമ്മെ കൊത്താൻ വരുന്നതും ആക്രമിക്കാൻ വരുന്നതും പലപ്പോഴും പല ആളുകളും സ്വപ്നം കാണാറുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? അവർക്ക് ശത്രുക്കൾ ഉണ്ട് എന്നാണ്. അവയവങ്ങളുള്ള പാമ്പിനെയാണ് ചില ആളുകൾ സ്വപ്നം കാണുന്നത് എങ്കിൽ നമ്മുടെ ശത്രു വളരെ ഗൗരവമേറിയ ശത്രുവാണ് എന്നുള്ളതിൻ്റെ അടയാളമാണ് അവയവങ്ങളുള്ള പാമ്പിനെ സ്വപ്നം കാണുന്നത്. ചില ആളുകൾ കറുത്ത പാമ്പിനെ സ്വപ്നം കാണാറുണ്ട്. അതിനർത്ഥം നമ്മുടെ ശത്രു വളരെ ഗൗരവമേറിയ ശത്രുവാണ് എന്നുള്ളതിൻ്റെ അടയാളമാണത്, കറുത്ത പാമ്പിനെ സ്വപ്നത്തിൽ കാണുന്നത്. ചില ആളുകൾ വെള്ളപ്പാമ്പിനെ കാണും. വെള്ളപ്പാമ്പിനെ കാണുമ്പോൾ ശത്രു ഗൗരവമുള്ളതല്ല, പക്ഷേ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, നിസ്സാരമാക്കി കളയരുത്. അതുപോലെ തന്നെ ചില ആളുകൾ നമ്മുടെ ശരീരത്തിൽ നിന്നും പാമ്പ് പുറത്തേക്ക് വരുന്നതായി സ്വപ്നം കാണാറുണ്ട്. അതിനർത്ഥം നമ്മുടെ മക്കൾ നമ്മുടെ ശത്രുക്കളായിട്ടുണ്ട് എന്നാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അവിടെ അവർ നമ്മളെ കൊല്ലണമെന്നോ ഉപദ്രവിക്കണമെന്നോ ചിലപ്പോൾ ഉദ്ദേശമുണ്ടാകുകയില്ല. എന്നിരുന്നാലും അവർക്ക് നമ്മോട് ശത്രുതയുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. ചില ആളുകൾ വിരിപ്പിൽ വെച്ച് പാമ്പിനെ സ്വപ്നം കാണാറുണ്ട്. വിരിപ്പിൽ വെച്ച് പാമ്പിനെ സ്വപ്നം കാണുന്നതിൻ്റെ അടയാളം ഒന്നുകിൽ തൻ്റെ ഭാര്യ മരിക്കുമെന്നോ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയെ ഒഴിവാക്കുമെന്നോ എന്നാണ് ആ സ്വപ്നത്തിൻ്റെ അടയാളം, സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. ചില ആളുകൾ സ്വപ്നം കാണും വീട്ടിലേക്ക് പാമ്പുകൾ കയറി വരുന്നത്. അതിനടയാളം നമ്മുടെ ശത്രു നമ്മുടെ വീട്ടിൽ തന്നെയാണ്. അതുപോലെ തന്നെ ചില ആളുകൾ സ്വപ്നം കാണും പാമ്പ് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. അതിൻ്റെ അടയാളം എന്താണ്? അതിൻ്റെ അടയാളം നമ്മുടെ ശത്രു നമ്മുടെ അടുത്ത കുടുംബക്കാരാണ്. ചില ആളുകൾ സ്വപ്നം കാണും പാമ്പിനെ അടിച്ചു കൊല്ലുന്നത്. അത് നല്ല ഒരു അടയാളമാണ്. നമ്മുടെ ശത്രുവിനെ നമ്മൾ കീഴ്പ്പെടുത്താൻ സാധ്യതയുണ്ട്. നമ്മുടെ ശത്രുവിൻ്റെ ഷെറിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും എന്നുള്ളതിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്ത ആളാണ് പാമ്പിനെ അടിച്ചു കൊല്ലുന്നത് കണ്ടാൽ അവൻ്റെ കല്യാണം അടുത്തു എന്നുള്ളതിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെ ചില ആളുകൾ നീർക്കോലിയെ സ്വപ്നം കാണാറുണ്ട്. നീർക്കോലിയെ കണ്ടാൽ പേടിക്കേണ്ടതില്ല, സന്തോഷമാണ് ഉണ്ടാവുക. കാരണം നമുക്ക് ധനം അധികരിക്കും എന്നുള്ളതിൻ്റെ അടയാളമാണത്. ചില ആളുകൾ പാമ്പിനെ സ്വപ്നം കാണും. പാമ്പ് തുറിച്ച് നോക്കുന്നതാണ് കാണൽ. അവനെ ഉപദ്രവിക്കണമൊന്നുമില്ല. അതിൻ്റെ അടയാളം നമ്മുടെ ശത്രു ഗൗരവമുള്ള ശത്രുവല്ല. നമ്മെ പലതും ചെയ്യണമെന്നുള്ള ഉദ്ദേശമുണ്ട്, പക്ഷേ അതിന് കഴിയുന്നില്ല എന്നതാണ് അതിൻ്റെ അടയാളം. അതുപോലെ തന്നെ ചില ആളുകൾ പാമ്പിനെ കൂട്ടുകാരനായി സ്വപ്നം കാണാറുണ്ട്. നമ്മോട് ഇടപഴകി നല്ല രീതിയിൽ ഒത്തു കഴിയുന്ന രീതിയിൽ ചില ആളുകൾ സ്വപ്നം കാണാറുണ്ട്.
അതിന് പേടിക്കേണ്ടതില്ല. അത് നമ്മുടെ ഗുണത്തിനുള്ള അടയാളമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പാമ്പിനെ സ്വപ്നം കണ്ടാലുണ്ട്. ഇതെല്ലാം എൻ്റെ മനസ്സിൽ നിന്നും ഞാൻ എടുത്തു പറയുകയല്ല, ഇതൊക്കെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും കഴിയുന്നതും ശത്രുക്കളെ ഉണ്ടാക്കാതെ മിത്രങ്ങളെ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യമാരെയും നമ്മുടെ കുടുംബത്തെയും എല്ലാ മുസീബത്തുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല കാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.